ഇടുക്കി മൂന്നാർ തോട്ടം മേഖലയിലെ വേൾഡ് കപ്പ് എന്നറിയപ്പെടുന്ന ഫിൻലെ ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് അവസാനിച്ചു. ലക്ഷ്മി എസ്റ്റേറ്റിന്റെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഗൂഡാർവിള എസ്റ്റേറ്റ് ഫീൽഡ് കരസ്ഥമാക്കിയത്. വിജയിക്കുള്ള സമ്മാനദാനം KDHP കമ്പനി മാനേജിംഗ് ഡയറക്ടറുടെ പത്നി ഗീതാ മാത്യു നിർവഹിച്ചു. കഴിഞ്ഞ 14 ആരംഭിച്ച മത്സരത്തിൽ 12 ടീമുകളാണ് പങ്കെടുത്തത്. തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ കായിക വിനോദം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കുന്നത്. ചെറുപ്പക്കാർക്കൊപ്പം മധ്യവയസ്കർ പോലും കളിക്കാനെത്തുന്നത് ഫിൻലെ ടൂർണമെന്റിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത്തവണ ആരംഭിച്ച ഫുട്ബോൾ മത്സരത്തിൽ 12 ടീമുകളാണ് മാറ്റുരച്ചത്. KDHP ഗ്രൗണ്ടിൽ നടന്ന ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ ലക്ഷ്മി എസ്റ്റേറ്റിനെ ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഗൂഡാർവിള എസ്റ്റേറ്റ് ഷീൽഡ് കരസ്ഥമാക്കിയത്. വിജയികൾക്കുള്ള സമ്മാനദാനം KDHP കമ്പനി മാനേജിംഗ് ഡയറക്ടറുടെ പത്നി ഗീതാ മാത്യു നിർവഹിച്ചു. മികച്ച ഗോൾ കീപ്പറായി ലക്ഷ്മി എസ്റ്റേറ്റിലെ സുരേഷും മികച്ച കളിക്കാരനായി ഗൂഡാർവിളയിലെ ജോളി എബ്രാഹാമിനെയും തിരഞ്ഞെടുത്തു. അച്ചടക്കമുള്ള ടീമിനുള്ള സമ്മാനം മാട്ടുപ്പെട്ടി എസ്റ്റേറ്റ് കരസ്ഥമാക്കി. ഏതായാലും ലക്ഷ്മിയും ഗൂഡാർവിളയും തീപാറുന്ന പോരാട്ടമാണ് ഇവിടെ നടന്നത്. വലിയ ആവേശത്തിലായിരുന്നു ഗൂഡാർവിള എസ്റ്റേറ്റ്. ഇത് 6ാമത്തെ തവണയാണ് കൊണ്ടുവന്ന കപ്പ്. എങ്ങനെയുണ്ട് വിജയം? ഞങ്ങള് വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ എൻട്രി എസ്റ്റേറ്റും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചു വെച്ചത് ജയിക്കണമെന്ന അതുപോലെ ഞങ്ങൾക്ക് ജയം കിട്ടി. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. ഈ വലിയ പരിശീലനത്തോടെയാണല്ലേ ഇത് കപ്പ് നേടിയെടുക്കാൻ പറ്റിയ 6ാമത്തെ തവണ അല്ലേ? They really struggled a lot. ഒരു 20-25 days ആയിട്ട് they really played really well. They sprained really well. And finally, this is the 4th time they're giving me the cup here. The shield rather. Thank you. ഡേവിഡിന്റെ ഒരു മികച്ച ഗോള് അല്ലെ? ഭയങ്കര ഉണ്ടായിരുന്നു. ഞങ്ങൾ ജയിക്കാനുള്ള ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എതിരെയുള്ള ടീമിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല, അതൊരു വലിയ ടീമാണ്. അവരോട് ഇത്രയും ഫൈറ്റ് ഞങ്ങൾ ചെയ്തതിൽ ഞങ്ങൾക്ക് ഒരു അഭിമാനമുണ്ട്. കാരണം ഞങ്ങളുടെ DGM ഞങ്ങൾ 13 ഡിവിഷനാണ് ഞങ്ങളുടെ കൂടാറിലെ ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിലുള്ള എല്ലാ ഓഡിയൻസ് സപ്പോർട്ട് കൂടിയാണ് ഞങ്ങൾ ഈ വിജയത്തിൽ ഞങ്ങൾ വന്നത്. ഈ വിജയം ഞങ്ങൾ വീണ്ടും എടുക്കും. പിന്നെ ഞങ്ങളുടെ ക്യാപ്റ്റനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ ഒരു ICU ഉള്ള ഒരു പയ്യനാണ്. അവനുള്ളത് കൊണ്ടാണ് ഇത്രയും സ്പിരിറ്റ് ഞങ്ങൾക്ക്. പിന്നെ കൂടാതെ ഓഡിയൻസ്, മാനേജർ, അതുപോലെ നമ്മുടെ ടീം മാനേജറിങ് എല്ലാവരും സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയ ടീം ഞങ്ങൾക്ക് കൊണ്ട് ജയിക്കാൻ പറ്റിയത്. എത്രാമത്തെ തവണ നിങ്ങൾ കപ്പ് കൊണ്ടുപോകുന്നത്? 4ാമത്തെ കണ്ടിന്യൂ 6ാമത്തെ പ്രാവശ്യം കൂടാതെ കൊണ്ടുപോകുന്നു. KDHP കമ്പനി ആയതിനു ശേഷം കണ്ടിന്യൂ ആയിട്ട് ഞങ്ങളുടെ DGM ഉള്ളപ്പോൾ കാറ്ററിംഗ് ആയിട്ട് 3 പ്രാവശ്യം അടിച്ചു. 2025 ഞങ്ങൾ പരാജയപ്പെട്ടു പോയി. വീണ്ടും ഞങ്ങളുടെ DGM അതിനുള്ള ഫുൾ സപ്പോർട്ട് ചെയ്തു. ഇത്രയും പ്രാക്ടീസ് കൊടുത്തത് കൊണ്ടാണ് ഞങ്ങൾ കണ്ടിന്യൂ ആയിട്ട് 4ാമത് തവണ എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചത്. അത് എല്ലാം ഞങ്ങളുടെ ജീസസും കൂടി ഉണ്ട്, എല്ലാവരുടെ പ്രാർത്ഥനയും കൂടിയാണ് ഞങ്ങൾ ഇത്രയും ജയത്തിൽ വന്നത്. ഏതായാലും 6 തവണ കപ്പ് കൊണ്ടുപോയ സന്തോഷത്തിലാണ് ഗൂഡാർവിള എസ്റ്റേറ്റ്. ഏതായാലും വലിയ ആഹ്ലാദത്തിലാണ്. 6ാമത്തെ തവണയും കപ്പ് കൊണ്ടുപോയ സന്തോഷത്തിലാണ് ഈ ഗൂഡാർവിള എസ്റ്റേറ്റ് ഉള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം വിനീഷ് ആണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.